ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടു ദ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോണത്. അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താ, ടു ദ ലൈഫ് പ്രോസസ്സിൽ നമുക്ക് സെക്കൻഡ് പേജിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഒരു ജീവനുള്ള വസ്തു, ജീവനുള്ള ജീവിയിൽ എന്തൊക്കെ ഉണ്ടാവും, മൂമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ റെസ്പോണ്ട് ചെയ്യും. അതെന്തെങ്കിലും പെട്ടെന്നൊരു സ്റ്റിമുലായി വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഗ്രോത്ത് നടക്കുന്നുണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്, മൂവ്മെൻറ്റും അതുപോലെ ഗ്രോത്തും റീപ്രൊഡക്ഷനും അതുപോലെ റെസ്പോൺസസ് ഒക്കെ എന്താണ്, അതൊക്കെ എന്താണ്, ലൈഫിൻ്റെ ഒരു സൈനാണ്. ഓക്കെ, ദെൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോമോളിക്യൂൾസിനെ പറയുന്നത്. ബയോമോളിക്യൂൾസിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്കത് പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. കാരണം അതിലെങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക ചോദിച്ചു കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ 2 എക്സാമ്പിൾ എഴുതുക. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഏതിലാണ് വരിക, ഏത് ബയോമോളിക്യൂൾസ് ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ആവും വരുന്നുണ്ടാവുക. അപ്പോൾ ബയോമോളിക്യൂൾസിൽ മെയിനായിട്ട് വരുന്നതാണ് എന്തൊക്കെ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആരൊക്കെ, ഫാറ്റും ഓയിലും. അതുപോലെ പ്രോട്ടീൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, എൻസൈംസസും അതുപോലെ തന്നെ എന്താ, ഹോർമോൺസസ്, ആൻറ്റിബോഡീസസ് ഒക്കെ എന്താണ്, പ്രോട്ടീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ന്യൂക്ലിക് ആസിഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, DNA-യും അതുപോലെ തന്നെ RNA-യും. പിന്നെ ഈ ഫ്ലോ ചാർട്ടിൻ്റെ അടിയിലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. All sciences are manifested by the action of biomolecules and other chemical factors inside the cells. All such chemical reactions together take place in the organisms are called as metabolism. ഇനി നമ്മൾ നോക്കാൻ പോണത് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. മെറ്റാബോളിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബയോമോളിക്യൂൾസ്, നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ബയോമോളിക്യൂൾസിന് കുറേ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ ഉണ്ടായാൽ റെസ്പോണ്ട് ചെയ്യുന്നു, ഗ്രോത്ത് സംഭവിക്കുന്നു. അപ്പോൾ എല്ലാ പ്രോസസ്സും നമ്മുടെ ശരീരത്തിൽ ഈ ബയോമോളിക്യൂൾസ്, നമ്മൾ ഫുഡ് കഴിച്ച് ആ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ആ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാബോളിസം എന്ന് പറയുന്നത്. മെറ്റാബോളിസം 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അനാബോളിസം ആൻഡ് കാറ്റബോളിസം. അനാബോളിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അനാബോളിസംസ് വിച്ച് കമ്പൈൻ മോളിക്യൂൾസ്. അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ, കാറ്റബോളിസംസ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് ഈ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെറ്റാബോളിസം ഈസ് ഡിവൈഡ് ഇൻറ്റു 2, അനാബോളിസം ആൻഡ് കാറ്റബോളിസം. നമുക്ക് അടുത്ത പേജിൽ പഠിക്കാനുണ്ട്. അടുത്ത പേജിൽ നമുക്ക് നോക്കാറുണ്ട്. മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാബോളിസം, അതുപോലെ തന്നെ കാറ്റബോളിസം. അനാബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, കമ്പൈൻ മോളിക്യൂൾസ്, ആൻഡ് കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസിന് 2 ഓപ്പോസിറ്റാണ്. അനാബോളിസത്തിൽ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ കാറ്റബോളിസത്തിൽ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അനാബോളിസത്തിന് അണ്ടറിൽ വരുന്നതാണ് പ്ലാന്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡും വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ എന്താ ചെയ്യണത്, കാർബൺ ഡയോക്സൈഡിനെയും വാട്ടറിനെയും കമ്പൈൻ ചെയ്തിട്ട് എന്താ ഫോം ചെയ്യണത്, ഗ്ലൂക്കോസ് ആണ് ഫോം ചെയ്യുന്നത്. ആരാ ഫോം ചെയ്യണത്, പ്ലാന്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി കാറ്റബോളിസത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കി, ബയോമോളിക്യൂൾസിന് അണ്ടർ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സിനെ പറ്റി നോക്കി. പിന്നെ അതുപോലെ തന്നെ മെറ്റാബോളിസംസ് എന്താ നോക്കി. പിന്നെ മെറ്റാബോളിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന അനബോളിസം, കാറ്റബോളിസം എന്താ നോക്കി. പിന്നെ അനബോളിസത്തിൻ്റെ ഒരു എക്സാമും കാറ്റബോളിസത്തിൻ്റെ ഒരു എക്സാമും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോണത് എൻസൈംസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻസൈംസസ് എന്താ, നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള എൻസൈംസസിൻ്റെ ആക്ഷൻസ് കാരണം കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ എൻസൈംസ് ആർ ദ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിലുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, എൻസൈംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ ശരീരത്തിലുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യാൻ, പെട്ടെന്ന് നടക്കാം. അപ്പോൾ നമുക്ക് ഓടണം,
പിന്നെ അതുപോലെ നമ്മൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഡൈജസ്റ്റ് ആവണ്ടേ. അപ്പോൾ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ, സ്ലോ ആവാണ്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എൻസൈംസ്. എൻസൈംസിൻ്റെ യൂസ് എന്താണ്? സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ. അതാണ് അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതുപോലെ തന്നെ സലൈവറി അമിലേസ്, സലൈവയിൽ കാണുന്ന സലൈവറി അമിലേസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണുന്ന പെപ്സിനും ഒക്കെ എന്താണ്? എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എൻസൈം എന്താ? ഇറ്റ്സ് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? എൻസൈംസിൻ്റെ 2 എക്സാമ്പിൾസ്, സലൈവറി അമിലേസ് ഇൻ ദ സലൈവ ആൻഡ് പെപ്സിൻ ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി അടുത്തതാണ് നമ്മളുടെ ഹോർമോൺസ്. എന്താ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ? എന്താ? കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്. They are produced by various endocrine glands. Testosterone, estrogen, progesterone are the sex hormones that function in the sex organs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കെമിക്കൽ മോളിക്യൂൾസ് ആണ്. അതെന്താ ചെയ്യണത്? റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ബയോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യണം, ഇപ്പോൾ കുറയ്ക്കണം, അല്ലെങ്കിൽ അത് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹോർമോൺസാണ് സഹായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് മറ്റേത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഹോർമോൺസ് എന്താ ചെയ്യേണ്ടത്? റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ബയോളജിക്കൽ പ്രോസസ്സ്. നേരെ മറിച്ച് എൻസൈംസ് എന്താ ചെയ്യണത്? സ്പീഡ് അപ്പ് ദ കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. എൻസൈംസ് സ്പീഡപ്പ് ചെയ്യണത്, കെമിക്കൽ റിയാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതുപോലെ ഹോർമോൺ എന്താ ചെയ്യണത്? കൺട്രോൾ അല്ലെങ്കിൽ റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ബയോളജിക്കൽ പ്രോസസ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ, നമ്മുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോർമോൺസിൻ്റെ 2 എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ആണ് ഹോർമോൺസിൻ്റെ 2 എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാൽ? നമ്മൾ മെയിനായിട്ട് എൻസൈംസ് നോക്കി, ഹോർമോൺസ് നോക്കി, മെറ്റാബോളിസംസ് എന്താ നോക്കി, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ് എന്താ നോക്കി, പിന്നെന്താ ബയോമോളിക്യൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അതുപോലെ ന്യൂക്ലിക് ആസിഡ്സിനൊക്കെ പറ്റി നോക്കി. അപ്പോൾ ഇനി അടുത്ത പാർട്ട് 2 വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.